സ്വാഗതം. ഞാനിന്നൊരു വിഷമം തോന്നിയ ഒരു കാര്യം നിങ്ങളെ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. കാരണം ഇതുപോലത്തെ വളയുണ്ടല്ലോ, ഞാൻ ഒരു കസ്റ്റമറിന് അയച്ചു കൊടുത്തതാണ്. ഈ 2 വളയും ബ്രേസ്ലെറ്റും ഞാൻ അയച്ചു കൊടുത്തതാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് റിട്ടേൺ അയച്ചതാണ്. ഇതൊക്കെ നല്ല സ്ട്രോങ് ഉള്ള വളയാണ്. അത് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഞാൻ പാക്കിങ്ങൊക്കെ പക്ക പാക്കിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ പാക്കിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം വരാൻ സാധ്യതയില്ല. കാരണം ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ഹുക്കൊക്കെ അങ്ങോട്ട് പറിച്ച് എടുത്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. ആ ഹുക്ക് കാണാൻ പോലും ഇല്ല. 2 ബ്രേസ്ലെറ്റിൻ്റെ ഹുക്ക് കാണാൻ തന്നെ ഇല്ല. ഒന്നിൻ്റെ പറിച്ചെടുത്തതിൻ്റെ ആ ഒരു ഓപ്പൺ ചെയ്ത് നിൽക്കുകയാണ് ഇതിൻ്റെ ലോക്കൊക്കെ. എന്താ കണ്ടോ, ഇതൊക്കെ ലോക്ക് ഓപ്പൺ ചെയ്ത് നിൽക്കുക, പറിച്ചെടുത്ത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സാധനമായി. ഇത് ഒരുപാട് സെയിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. എനിക്കിതുവരെ കംപ്ലൈൻറ്റ്, ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്, നല്ല വണ്ണമുള്ളവർക്ക് ഇടാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു കണ്ണി ഒഴിവാക്കിക്കാണെങ്കിൽ അത് ഇടാനും പറ്റും. ഇതുപോലത്തെ ഒരു ലാസ്റ്റ് കണ്ണി അതിന് വേണം, 2 വേണം. പക്ഷേ ഇതുവരെ ഞാൻ കൊടുത്തതിലൊന്നും ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഇതിന് മാത്രം ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ്. എന്താ സംഭവിച്ചതെന്ന് എനിക്കൊരു പിടുത്തമില്ല. ആരാണോ ഇത് ചെയ്തത് അത് അവർക്ക് തന്നെ തിരിച്ച് കിട്ടും. കാരണം നമ്മൾ ചെറിയ വരുമാനത്തിലാണ് ഇതൊക്കെ നമ്മൾ സെയിലാക്കി പോണത്. ഇതും അതുപോലെ തന്നെ അതിൻ്റെയും കണ്ണി കാണുന്നില്ല. ലാസ്റ്റത്തെ നമ്മൾ കൊടുത്താലുള്ള ഒരു ഇത്. ഇനിയിപ്പോൾ പാക്കിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ആ പാക്കിങ്ങിൽ കാണണ്ടേ, അതും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്താ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല സങ്കടമുണ്ട്. നല്ല സാധനമായിരുന്നു, എല്ലാം നല്ല സ്ട്രോങ് ഉള്ളതാണ്. നമ്മൾ ക്ലിപ്പോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവുകയാണെങ്കിലും നമ്മൾ പാക്കിങ്ങിൻ്റെ പ്രശ്നമാണ്, പൊട്ടിപ്പോയതാണെന്ന് കരുതും. പക്ഷേ ഇതൊക്കെ പറിച്ചെടുത്ത രീതിയിലുള്ള ഇതുപോലത്തെ ഒരു കണ്ണിയാണ് അതിൽ വേണ്ടത്. പക്ഷേ എന്താ ചെയ്യുക, നമുക്ക് നമ്മളൊരു വിധി. അവരോടിപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ട് റിട്ടേൺ അയച്ച് അവർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. ഏതായാലും തളരാതെ ഞാൻ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കളിച്ചവർക്ക് എന്തായാലും പഠിച്ചോൻ കൊടുത്തോളും, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഇതുപോലത്തെ പല അനുഭവങ്ങളും ഇങ്ങനെ നമ്മൾ സെയിലാക്കുന്നവർക്കുണ്ടാവും. പക്ഷെ ആരും അത് പറയുന്നില്ല. ഞാനിത് കാണിച്ചെന്നുള്ളൂ കേട്ടോ. ഓക്കെ.